ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഡിസ്കിന് കീഴിൽ പ്രോഗ്രാം സപ്പോർട്ട് അസിസ്റ്റൻറ്റ്, കോൺസ്റ്റിറ്റ്യുവൻസി കോർഡിനേറ്റർ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്തവർക്കും ഇനി അപ്ലൈ ചെയ്യാനിരിക്കുന്നവർക്കുമുള്ള കുറച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുകയാണ്. ആദ്യം തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞവർക്ക് റീസെൻ്റ്ലി ഡിസ്ക് അഥവാ CMDയിൽ നിന്നും ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഒരുപാട് പേർക്ക് കുറേ അധികം സംശയങ്ങളുണ്ട്. ഗൂഗിൾ ഫോമിൽ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഗൂഗിൾ ഫോമിൽ ചോദിച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ ID എന്താണെന്ന് നോക്കാം. ആപ്ലിക്കേഷൻ ID എന്നത് നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് CMDയിൽ നിന്നും ഒരു ഇമെയിൽ വന്നിട്ടുണ്ടാവും. സോ ആ ഇമെയിലിൽ ലഭിച്ച രജിസ്ട്രേഷൻ ഐ ഡി ആയിട്ടുള്ള 4 അക്ക നമ്പറാണ് ആപ്ലിക്കേഷൻ ID. നിങ്ങൾക്ക് നിലവിൽ വന്നിട്ടുള്ള മെയിലിനൊപ്പവും അതേ ആപ്ലിക്കേഷൻ ID മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. സോ ആ നമ്പറാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ ID എന്ന് ചോദിച്ചിട്ടുള്ള ഭാഗത്ത് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അടുത്തതായി സംശയം വരുന്ന ഭാഗം DWMS രജിസ്ട്രേഷൻ ID ആണ്. എന്താണ് DWMS രജിസ്ട്രേഷൻ ID എന്നത് ഒരു പ്രധാനപ്പെട്ട ഡൗട്ടാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ ഇത്തരത്തിലുള്ള പോസ്റ്റുകളിലേക്കെല്ലാം അപ്ലൈ ചെയ്യാൻ DWMS രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആയി വരികയാണ്. കേരള PSC ഒഴികെ മറ്റ് കേരള ഗവൺമെൻറ് ജോബുകളിലേക്ക് ഇനി മുതൽ ഇത് ആവശ്യമായി വരും. സോ എല്ലാ യുവജനങ്ങളും ജസ്റ്റ് ഇതിലൊന്ന് രജിസ്റ്റർ ചെയ്തിടുന്നത് നല്ലതായിരിക്കും. ഇത് രജിസ്റ്റർ ചെയ്യാൻ പ്രത്യേകിച്ച് ഫീസ് ഒന്നുമില്ല. നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് സെൽഫായിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സ് കൂടിയാണിത്. മാക്സിമം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എങ്കിൽ മാത്രമേ ഇവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവുകയുള്ളൂ. കേരള ഗവൺമെൻറ്റിൻ്റെ കേരള നോളജ് ഇക്കണോമി മിഷൻ അഥവാ KKEMന് കീഴിൽ കേരളത്തിലെ യുവജനങ്ങൾക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനായി ഡെവലപ്പ് ചെയ്ത ആപ്ലിക്കേഷനാണ് DWMS അഥവാ ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നത്. ക്രോം വഴിയും നമുക്കിതിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ പ്ലേ സ്റ്റോറിൽ DWMS കണക്റ്റ് എന്ന ആപ്ലിക്കേഷനും ലഭ്യമാണ്. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ക്രോം വഴി രജിസ്റ്റർ ചെയ്യാം. അതല്ല എങ്കിൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതിലൂടെയും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ക്രോമിൽ DWMS എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതല്ല എങ്കിൽ DWMS കണക്റ്റ് മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഏത് രീതിയിലും നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. രണ്ടിൻ്റെയും പ്രൊസീജിയർ സെയിം ആണ്. ഈ ആപ്ലിക്കേഷൻ്റെ ഫെസിലിറ്റീസ് കൂടുതൽ പ്രയോജനപ്പെടുത്താൻ താല്പര്യമുള്ളവരാണെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇതിനായി ആദ്യം തന്നെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് DWMS കണക്റ്റ് എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കുക. ദെൻ അപ്പോഴേക്കും നമുക്ക് DWMS കണക്റ്റ് എന്ന ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. സോ അത് ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്കിവിടെ നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ശേഷം ഇൻസ്റ്റാളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും നമ്മളുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആവുന്നതാണ്. ദെൻ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആയതിന് ശേഷം ആപ്പ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മളുടെ ആപ്ലിക്കേഷൻ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇതാണ് DWMSൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ പ്ലാറ്റ്ഫോം. ഇവിടെ രജിസ്റ്റർ ലോഗിൻ എന്ന 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പോകുന്നതിന് രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പറും എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് OTP വരേണ്ടതുണ്ട്. ശേഷം നിങ്ങൾക്കിവിടെ തൊട്ട് താഴെയുള്ള വെരിഫൈ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം ാവുന്നതാണ്. ഒന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾ വൺസ് ഇവിടെ ഏത് ഇമെയിൽ ID ആണോ മൊബൈൽ നമ്പർ ആണോ കൊടുക്കുന്നത് അത് പിന്നീട് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. സോ OTP വരുന്നതാണ്. ഇപ്പോൾ SMS ആയിട്ട് ഇവിടെ OTP വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇമെയിലിലേക്കും വരുന്നതാണ്. ഏതിലേക്കാണോ ആദ്യം വരുന്നത് ആ OTP നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. 6 അക്ക OTP ആണ് വരുന്നത്. എൻ്റർ ചെയ്ത് വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത് ക്രിയേറ്റ് യുവർ പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു പേജാണ് ഓപ്പൺ ആയി വന്നിട്ടുള്ളത്. ആണ് ചോദിച്ചിട്ടുള്ളത്.
നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഓൾറെഡി വന്നിട്ടുണ്ട്. നമ്മൾ എൻ്റർ ചെയ്തതിന് ശേഷമാണ് പ്രൊഫൈൽ ക്രിയേഷനിലേക്ക് കടന്നത്. ദെൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്നതിന് വേണ്ടി പാസ്വേഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ വൺസ് നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്യുന്നതിനായിട്ടുള്ള പാസ്വേഡാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് തന്നെ ക്രിയേറ്റ് ചെയ്യുക. പാസ്വേഡ് എക്സാമ്പിൾ ഞാനിവിടെ കാണിച്ചിരിക്കാം. ശേഷം ജെൻഡർ സെലക്ട് ചെയ്യുക. ദെൻ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്കിവിടെ ആ ഒരു ഡേറ്റ് ഓഫ് ബർത്തിന് നേരെയുള്ള ആ ഒരു കലണ്ടർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ഇവിടെ ഇയർ കാണാൻ സാധിക്കും. ആ ഇയറിൽ ടച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇയർ ഇവിടെ നിന്നും ചൂസ് ചെയ്തെടുക്കാവുന്നതാണ്. ഏതാണോ വർഷം അത് ചൂസ് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരു 2 ആരോസ് കാണാം. ആ ആരോസിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബർത്ത് മന്ത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ദെൻ ശേഷം ഡേറ്റ് കൂടി സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക. ദെൻ അപ്പോഴേക്കും നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ദെൻ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ വന്നിട്ടുണ്ട്. ശേഷം കാറ്റഗറി ചൂസ് ചെയ്യണം. SC ST ഫിഷർമാൻ ഒഴികെയുള്ള ബാക്കി എല്ലാ കാറ്റഗറീസിലും ഉള്ളവർ അതേഴ്സ് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. ദെൻ അടുത്തായി പേഴ്സൺ വിത്ത് ഡിസേബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഡിസബിലിറ്റി ഉള്ളവരാണെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ലാത്തവർക്ക് നോ കൊടുക്കാവുന്നതാണ്. ശേഷം നിങ്ങളുടെ മാരിറ്റൽ സ്റ്റാറ്റസ് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിന് തൊട്ട് താഴെയായി നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. ശേഷം ലോക്കൽ ബോഡി ടൈപ്പ് ഏതാണോ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, അതിലേതാണോ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ലോക്കൽ ബോഡി നെയിം സെലക്ട് ചെയ്യുക. ലോക്കൽ ബോഡി വാർഡ് നെയിം സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങളുടെ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് തൊട്ട് താഴെ പിൻ കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് തൊട്ട് താഴെയായി ചെറിയൊരു സ്റ്റേറ്റ്മെൻറ്റ് കാണാം. അവിടെ പറഞ്ഞിരിക്കുന്ന മറ്റൊന്നുമല്ല, നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ റെഫേർഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് റെഫറൽ പാർട്ട്ണർ എന്ന ഓപ്ഷനിൽ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നെയിം സെലക്ട് ചെയ്യാവുന്നതാണ്. അതല്ല എങ്കിൽ സെൽഫ് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യാവുന്നതാണ്. നോ പ്രോബ്ലം. ശേഷം തൊട്ട് താഴെയായി സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിട്ടുള്ളത്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് എക്സ്പീരിയൻസ്ഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതല്ലാത്തവർ നോൺ എക്സ്പീരിയൻസ്ഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ എത്ര വർഷം എത്ര മാസം എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളത് അവിടെ മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. താഴെയായി നിങ്ങളുടെ കീ സ്കിൽസ് ആഡ് ചെയ്യാനുള്ള സ്പേസ് ആണുള്ളത്. സോ അവിടെ നിങ്ങൾക്ക് എന്തൊക്കെ സ്കിൽസ് ആണോ ഉള്ളത് അതവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എക്സാമ്പിൾ നിങ്ങൾക്കിപ്പോൾ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളവരാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കൊടുക്കാം. പ്രോഗ്രാമിംഗ് സ്കില്ലുണ്ടെങ്കിൽ പ്രോഗ്രാമിംഗ് കൊടുക്കാം. അക്കൗണ്ടിങ് ആണെങ്കിൽ അത് കൊടുക്കുക. അതല്ല ടീച്ചിങ് ആണെങ്കിൽ ടീച്ചിങ് കൊടുക്കുക. നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ പ്രസൻറ്റേഷൻ കൊടുക്കാം. കോണ്ടൻറ്റ് ക്രിയേഷൻ ആണെങ്കിൽ അത് കൊടുക്കാം. എന്തൊക്കെ സ്കിൽസ് ആണോ ഉള്ളത് അതെല്ലാം ഇവിടെ കൊടുക്കാവുന്നതാണ്. ഓരോ സ്കിൽസും അടിച്ച് ഓക്കെ കൊടുക്കുക. ദെൻ അടുത്ത സ്കിൽസ് ആഡ് ചെയ്ത് അങ്ങനെ ടോട്ടൽ നിങ്ങളുടെ എല്ലാ സ്കിൽസും കൊടുത്തതിന് ശേഷം ഡൺ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ദെൻ ഐ എഗ്രി ടു ദി ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന ഡിക്ലറേഷൻ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ DWMS പ്രൊഫൈൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ID കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ ഈ പ്രൊഫൈൽ ID ആണ് നിങ്ങളുടെ DWMS രജിസ്ട്രേഷൻ ID ആയിട്ട് കണക്കാക്കുന്നത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ 100% കംപ്ലീറ്റ് ആയിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് DWMS രജിസ്ട്രേഷൻ ID ലഭിക്കും. പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യുന്നതിനായി പ്രൊസീഡ് ടു അപ്ഡേറ്റ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യുന്നതിനായി നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസും ജോബ് പ്രിഫറൻസും ആഡ് ചെയ്യാവുന്നതാണ്. ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഏതാണോ അത് സെലക്ട് ചെയ്യുക. ദെൻ നിങ്ങളിപ്പോൾ പാസ് ഔട്ട് ആയവരാണോ, അതല്ല ഇപ്പോൾ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പെർസ്യൂം കൊടുക്കാവുന്നതാണ്. അതല്ല ഇൻകംപ്ലീറ്റഡ് ആണെങ്കിൽ ഇൻകംപ്ലീറ്റ് കൊടുക്കാവുന്നതാണ്. പാസ് ഔട്ട് ആയവർക്ക് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കൂടി എൻ്റർ ചെയ്ത് കൊടുക്കണം. ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തതിന് ശേഷം സേവ് ആൻഡ് പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ നിങ്ങളുടെ ജോബ് പ്രിഫറൻസ് ആണ് അടുത്തതായിട്ട് സെലക്ട് ചെയ്യേണ്ടത്. ആദ്യം തന്നെ പ്രിഫേർഡ് ജോബ് ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. ഏത് സ്ഥലത്താണോ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ ആഗ്രഹം ആ ഒരു സെൻറ്റർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ ഓപ്ഷനൊക്കെ നമുക്ക് വീണ്ടും ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് നിങ്ങളിപ്പോൾ സെലക്ട് ചെയ്യുക. ദെൻ അതിനുശേഷം ആർ യു എ നോൺ റെസിഡൻറ്റ് കേരള ഏതാണോ യെസ് ഓർ നോ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നോ ആയിരിക്കുമല്ലോ, മിക്കവരും നോ ആയിരിക്കും. ദെൻ പ്രിഫേർഡ് ഇൻഡസ്ട്രി സെലക്ട് ചെയ്യുക. ഏത് ഇൻഡസ്ട്രിയിലാണോ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഇൻഡസ്ട്രി നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കിവിടെ 2 ഇൻഡസ്ട്രി വരെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് നിങ്ങൾക്കിത് ചേഞ്ച് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ചേഞ്ച് ചെയ്യാം. അതിലൊന്നും യാതൊരുവിധ പ്രശ്നവും ഇല്ല.
ദെൻ പ്രിഫേർഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ഫംഗ്ഷൻ സെലക്ട് ചെയ്യുക. 2 ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം 2 പ്രിഫേർഡ് റോൾസ് കൂടി സെലക്ട് ചെയ്യുക. ദെൻ നിങ്ങളുടെ പ്രിഫേർഡ് ജോബ് എൻഗേജ്മെൻറ്റ് കൂടി സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏത് രീതിയിൽ വർക്ക് ചെയ്യാനാണോ താല്പര്യം, ഏതാണോ അത് സെലക്ട് ചെയ്യുക. ശേഷം താഴെയായി 6 മാസത്തിൽ കൂടുതൽ കരിയർ ബ്രേക്ക് എടുത്തിട്ടുള്ളവരാണോ എന്ന് ചോദിക്കുന്നുണ്ട്. കരിയർ ബ്രേക്ക് എടുത്തിട്ടുള്ളവരാണെങ്കിൽ എനേബിൾ ചെയ്ത് കൊടുക്കുക. അതല്ല എങ്കിൽ ആ ഓപ്ഷൻ സ്കിപ്പ് ചെയ്യുക. ദെൻ കരിയർ ബ്രേക്ക് എടുത്തിട്ടുള്ളവരാണെങ്കിൽ അതിൻ്റെ റീസൺ കൂടി അവിടെ മെൻഷൻ ചെയ്യണം. ഫൈനലി ഏറ്റവും താഴെയായി പ്രൊഫൈൽ അബ്സ്ട്രാക്റ്റ് എഴുതുന്നതിനുള്ള ഒരു ബോക്സ് കാണാം. ആ ഒരു ബോക്സിനുള്ളിൽ പ്ലീസ് ഡിസ്ക്രൈബ് യുവർ പ്രൊഫൈൽ ഇൻ ഷോർട്ട് എന്നാണ് എഴുതിയിട്ടുള്ളത്. അതായത് നിങ്ങളുടെ പ്രൊഫൈലിനെ കുറിച്ച് നിങ്ങൾ ഷോർട്ടായിട്ടൊന്ന് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുക. സപ്പോസ് നിങ്ങൾക്ക് എഴുതാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ ജസ്റ്റ് ChatGPTയുടെ സഹായം തേടാവുന്നതാണ്. ChatGPTയിൽ ഒരു പ്രൊഫൈൽ അബ്സ്ട്രാക്റ്റ് റെഡിയാക്കി തരാൻ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുകയാണെങ്കിൽ ChatGPT നിങ്ങളുടെ പ്രൊഫൈൽ അബ്സ്ട്രാക്റ്റ് ജനറേറ്റ് ചെയ്ത് തരുന്നതാണ്. അത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താലും മതി. ദെൻ ഏറ്റവും താഴെയായി കംപ്ലീറ്റ് യുവർ പ്രൊഫൈൽ എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ 100% കംപ്ലീറ്റ് ആയി കഴിയും. എൻ്റർ ചെയ്ത ഡീറ്റെയിൽസിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം, അതല്ല എങ്കിൽ ക്വാളിഫിക്കേഷൻസ് ആഡ് ചെയ്യണം, സ്കിൽസ് ആഡ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്യാവുന്നതാണ്. അതിനെല്ലാം ഉള്ള എഡിറ്റ് ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആണ്. നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ID മാത്രമേ ചേഞ്ച് ചെയ്യാൻ പറ്റാതെയുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഉപയോഗത്തിന് ശേഷം നിങ്ങൾക്ക് ഇത് ലോഗ് ഔട്ട് ചെയ്യാവുന്നതാണ്. പിന്നീട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മെയിൽ IDയും നിങ്ങളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പാസ്വേഡും യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതുമാണ്. നിങ്ങൾക്ക് DWMS രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്താണെന്നും രജിസ്ട്രേഷൻ ID DWMSൻ്റെ രജിസ്ട്രേഷൻ ID എന്താണെന്നും ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. സോ ഇപ്പോൾ KDSCൻ്റെ ആപ്ലിക്കേഷൻ അയച്ചവർക്ക് അവരവരുടെ ആപ്ലിക്കേഷൻ IDയും DWMS രജിസ്ട്രേഷൻ ID എന്താണെന്നും മനസ്സിലായിട്ടുണ്ടാവും. അടുത്തതായിട്ടൊരു സംശയം വരുന്നത് LA കോൺസ്റ്റിറ്റ്യുവൻസി എന്നത് എന്താണെന്നാണ്. നിങ്ങളുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നിങ്ങളുടെ വോട്ടേഴ്സ് ID കാർഡിന് ബാക്ക് സൈഡിൽ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി അഥവാ അസംബ്ലി നിയോജക മണ്ഡലത്തിൻ്റെ പേരും നമ്പറും ഉണ്ടാവും. അതിലുള്ള ആ ഒരു പേരാണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ദെൻ വോട്ടർ ID കാർഡിൻ്റെ നമ്പർ ഇവിടെ മസ്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ വോട്ടർ IDയുടെ ഇമേജ് PDF ഓർ ഇമേജ് ഫോർമാറ്റിൽ സിംഗിൾ ഫയലായി അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. വോട്ടർ IDയുടെ പിക്ക് തന്നെയാണ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. അത് മാൻഡേറ്ററി ആണ്. സോ ഇപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.